നിങ്ങളുടെ ഈ നൗഷാദ് സംഘടനക്കാരെ വിമർശിക്കുന്നതിന്റെ കാരണം എന്താ? ആളുകൾ ഞങ്ങള് ആരും വിമർശിച്ചായിട്ട് ഞങ്ങൾ കേട്ടിട്ടില്ല. ഞാൻ കേട്ടു. സാറ് കേട്ടു. പുതിയൊരു അറിവാ. ഇല്ല. ഞങ്ങളെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് നിങ്ങൾ ആരും കേട്ടില്ല. ഒരു പുതിയ അറിവാ. ഒരു പുതിയ അറിവാ. വിമർശിച്ചത് പറഞ്ഞു. ആ വിമർശനം എന്താണ്? ആ കാര്യത്തിൽ തോറ്റ്. ഒരിക്കലും ഇല്ല കേട്ടോ. സാറേ ഞങ്ങളെ എറണാകുളം ജില്ലയിൽ എസ്കേൻ പറഞ്ഞ ശരി, ഞങ്ങൾ വിമർശിക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ ഉയർച്ച കണ്ട് അസൂയ പൂണ്ട ആൾക്കാരാണ്, ചാരിറ്റി കണ്ട് അസൂയ പൂണ്ട ആൾക്കാരാണ്. ഒരിക്കലും ഇല്ല. എന്തായിരുന്നു വിമർശനം? വിമർശനം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നല്ല ഉയർന്നു പോകുന്നു. ഔഷാദമായ ഒരു പേരിന്റെ പേരിൽ കൂടിയ ഈ കൂട്ടായ്മ എല്ലാവരും സഹായിക്കുന്നു, ചാരിറ്റി ചെയ്യുന്നു. ബ്ലഡ് ഡൊണേഷൻ ആയാലും എന്ത് കാര്യങ്ങളും ഞങ്ങൾ മുൻപന്തി നിൽക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഞങ്ങളുടെ അസൂയ ഉണ്ടാവും. ചെറിയ ഉദാഹരണം, നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ഈ നൗഷാദിന്റെ പേരുള്ളവന് പെണ്ണ് കിട്ടാതാവൂ? ഒരിക്കലും ഇല്ല. അത് കൂടുതൽ ആൾക്കാർ അന്വേഷിച്ചു വരികയാണ്. പിന്നെ ഇത് 4 പെണ്ണ് വരെ കെട്ടി ആള് കിട്ടായിരുന്നോ? ഇപ്പൊ കണ്ടോ, പെണ്ണ് കിട്ടാതിരുന്നു. ശരി, കിട്ടായിരുന്നു. ഹിന്ദുവാണ്. നിങ്ങൾ ഹിന്ദു ആയതുകൊണ്ട് നിങ്ങൾ ഈ നൗഷാദ് ഇട്ടാൽ നിങ്ങൾക്ക് പെണ്ണ് കിട്ടിയില്ല. എത്ര കാലം പെണ്ണ് കിട്ടാതെ വിഷമിച്ചു? അപ്പൊ ഈ പ്രോഗ്രാം കണ്ടിട്ട് പെണ്ണ് കിട്ടുന്നത് 34 കിട്ടിയത്. അത്രയും കാലം മുന്നോട്ട് പോയി. അഥവാ കിട്ടിയില്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരു അനൗൺസ്മെന്റ് പെണ്ണാണുമ്പോ പേരെന്ത് ചോദിക്കും, അപ്പൊ നൗഷാദ് പറയും, അപ്പൊ ആകം വിടും. അങ്ങനെ ഒരുപാട് പെണ്ണ് കാണ്ടി വന്നോ? വന്നു നടന്ന് ക്ഷീണിച്ചു. മൂപ്പര് പറഞ്ഞവര് ഇപ്പഴാണ് പേരിട്ടതിന് എനിക്കൊരു ഇവരൊക്കെ പരിചയപ്പെടാനുമായി. അവസാനം ഒരു പെൺകുട്ടി സമ്മതിച്ചല്ലോ. ആ പെൺകുട്ടി ത്യാഗം ചെയ്യാൻ തീരുമാനിച്ചതിന്റെ കാര്യം അതല്ല, പിന്നെ പരിചയപ്പെട്ട് ബാക്കിയുള്ളവർക്ക് വിവാഹം കഴിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്തെന്ന് വെച്ചാൽ എല്ലാരും വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കിയത്. വീണ്ടും വല്ലതും ആലോചിക്കുന്നുണ്ടോ? ഇല്ല. പറഞ്ഞു വരുന്നത് അതാണെന്ന് തോന്നി.